പേരെടുത്ത് പറയുന്നതിനും കുഴപ്പമില്ല. അങ്ങേയറ്റം പിണറായിയെ വിമർശിച്ചു കൊണ്ടിരുന്ന ആളിനെ പോലും പിറ്റേ ദിവസം ഒറ്റയടിക്ക് ഇങ്ങോട്ട് മാറ്റി. എന്നിട്ട് പുള്ളി സ്ഥാനാർത്ഥിയാവുകയാണ്. അറയ്ക്കൽ ബീബിയെ കെട്ടാൻ അരസമ്മതമെന്ന് പറയും. ശോഭാ സുരേന്ദ്രൻ ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീയായിട്ട് അവർക്ക് കൃത്യമാണ് അവരെ പറച്ചിലും. അങ്ങനെ പറയാൻ കഴിയുന്ന ആളിന് ഒരു സ്ഥാനവും കൊടുക്കാതിരിക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിച്ച പോലെയുണ്ട്. സുരേന്ദ്രൻ്റെ കൊടകരയും പിണറായിയുടെ കനുവന്നൂരും പരസ്പരം വച്ചു മാറി. രാജേഷ് മന്ത്രി, AK ബാലൻ, ഇവരെല്ലാം അവിടുത്തെ പാലക്കാട്ടെ വലിയ നേതാക്കന്മാരാണ്. ഗോവിന്ദൻ മാഷ് സഹർഷം സ്വാഗതം ചെയ്തു. നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും സന്ദീപ് വാര്യർ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ DNA ന്യൂസിൽ നിന്നാണ്. എന്താണ് താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് ജയൻ ശിവൻസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. BJP നിന്ന് കോൺഗ്രസ്സിലോട്ട് പോകുന്നു, കോൺഗ്രസ്സിൽ നിന്ന് CPM-ലോട്ട് പോകുന്നു. ഇപ്പോൾ ആകപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റവും തിരിയലും ആകപ്പാടെ ഒരു പ്രശ്നമാണ്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതൊക്കെ നമ്മൾ പറയുമ്പം ഇതൊക്കെ വലിയ സെലിബ്രിറ്റികളും പിന്നെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളും സാംസ്കാരിക നായകന്മാരും ഒക്കെ അല്ലേ പറയാനുള്ളത്. ഇതിപ്പോൾ DNA ന്യൂസ് എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആളുടെ ചാനലാണ്. ശരി. സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. അത് ശരി. അതുകൊണ്ട് സാധാരണക്കാരുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. വളരെ വലിയ കാര്യം. ഇപ്പൊ ഈ സന്ദീപ് വാര്യർ ഇപ്പോൾ തന്നെ BJP നിന്ന് കോൺഗ്രസ്സിലോട്ട് വന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയി, പിന്നെ പത്മജ അങ്ങ് BJP-യിലോട്ട് പോയി കോൺഗ്രസ്സിൽ നിന്ന്. അതേ അവസരത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് സരിൻ CPM-ലോട്ടും പോയി. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ നോക്കുമ്പം എനിക്ക് ഒറ്റവാക്കി പറയാനുള്ളത്, ഇത് കാല് മാറ്റങ്ങളുടെ ഒരു സുവർണകാലം എന്ന് മാത്രം കരുതിയാൽ മതി. ഈ CPM-ന് ഈ അണികൾ ഉണ്ട്, അവർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പോലും അതവിടെ പരിഗണിക്കപ്പെടില്ല. അത് ഈ സെറ്റപ്പിൻ്റെ പ്രത്യേകതയാണ്. അവർ ജനാധിപത്യം എന്ന് പറയുന്നെങ്കിലും ആക്ച്വലി അതിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് അത് ജനാധിപത്യ പാർട്ടി അല്ല. മേളിൽ നിന്ന് ഒരാൾ പറയുന്നത് കേഡർ പാർട്ടിയുടെ സ്വഭാവം. അവർ ജനാധിപത്യത്തെ വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും ഇവിടെ തന്നെ അവർ കേഡർ പാർട്ടിയുടെ ആ ഒരു സ്വഭാവം അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അണികളുടെ ഒരാഗ്രഹവും വെളിയിൽ വരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ തുറന്ന സമീപനമാണ്. ആർക്ക് എന്ത് വേണമെങ്കിലും പറയാം. മറ്റുള്ളവർക്ക് അഭിപ്രായമുണ്ട്, അത് അവർ ഒളിച്ചിങ്ങനെ വയ്ക്കുകയല്ലാതെ അവർക്ക് നിവൃത്തിയില്ല. അത് പറഞ്ഞാൽ അവർ പുറത്താണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? തലേ ദിവസം വരെ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇതിലെ വലിയ നേതാവിനെ പേരെടുത്ത് പറയുന്നതിനും കുഴപ്പമില്ല. അങ്ങേയറ്റം പിണറായിയെ വിമർശിച്ചു കൊണ്ടിരുന്ന ആളിനെ പോലും പിറ്റേ ദിവസം ഒറ്റയടിക്ക് ഇങ്ങോട്ട് മാറ്റി. എന്നിട്ട് പുള്ളി സ്ഥാനാർത്ഥിയാവുകയാണ്. എനിക്കിതിൽ ഏറ്റവും പറയാനുള്ളത് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യം. അങ്ങനെ മാറി, അങ്ങനെ പല ആളുകളും ഉണ്ടല്ലോ. ഒരു പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നു. ആ പാർട്ടി സ്വന്തം അണികൾ ആരും തന്നെ ഇല്ല, മിടുക്കുള്ളവരാരും തന്നെ ഇല്ല, കഴിവുള്ളവരാരും തന്നെ ഇല്ല എന്ന് തോന്നുമാറ് പെരുമാറുന്നു. പാല് മാറ്റി വന്ന ആളിന് അപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയാണ്. അത് എന്തൊരു അധപ്പതിച്ച ഒരു സമീപനമാണ്. അപ്പോൾ ആ പാർട്ടിയിലുള്ള സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ, അവർ ചിന്തിക്കുന്നവരല്ലേ, അവരെ അഭിപ്രായങ്ങൾ അടിച്ചമർത്തപ്പെട്ടതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം അതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. പിന്നെ പത്മജയുടെ കൂറുമാറ്റവും സന്ദീപിൻ്റെ കൂറുമാറ്റവും എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് അങ്ങോട്ട്, അത് ഇപ്പോൾ പത്മജ പറയുന്നത് ആ ഒരു ജനാധിപത്യ പാർട്ടിയിൽ നിന്ന് വേറൊരു ജനാധിപത്യ പാർട്ടിയിൽ പോയി, അതോടെ അതിൽ തീർന്നു. അല്ല, ഈ സന്ദീപ് ഇയാൾ മാറും എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോൾ നമ്മുടെ രാജേഷ് എന്തോ സംഭവം പറഞ്ഞല്ലോ, അത് ഒരു വലിയ ഒരു പ്രത്യേകതയാണ്. എന്താണ്? സന്ദീപ് ഇങ്ങനെ വിടും എന്ന് BJP-യിൽ നിന്ന് വിടും എന്നുള്ള വാർത്ത കേട്ടതും സന്ദീപ് നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. BJP-യിൽ നിന്നപ്പം വളരെ നന്നായിട്ട് പുള്ളി അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് BJP-ക്കാർക്കും എതിരായിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അറിയാം. അപ്പോൾ പുള്ളിക്കാരനെ കിട്ടിയാൽ കൊള്ളാമെന്ന് വാസ്തവത്തിൽ ആഗ്രഹമുണ്ട്. അതെന്ന് വെച്ചാൽ അറയ്ക്കൽ ബീബിയെ കെട്ടാൻ അരസമ്മതമെന്ന് പറയും. എന്നുവെച്ചാൽ മുഹമ്മദ് എന്ന് കെട്ടാൻ നോക്കി, അപ്പം പറയുകയാണ് അറയ്ക്കൽ ബീവിയെ കെട്ടാനായിട്ട് അരസമ്മതം. ഒരു വലിയ ഒരു സൗന്ദര്യ റാണിയാണ്. അരസമ്മതം ആരാണ്? ഈ കെട്ടാൻ ചെല്ലുന്ന ആളിന് സമ്മതമാണ്, ബീവിക്ക് ഇങ്ങോട്ട് സമ്മതമില്ല എന്ന് പറയും പോലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ ഒരു കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് രാജേഷ് മന്ത്രി, AK ബാലൻ, ഇവരെല്ലാം അവിടുത്തെ പാലക്കാട്ടെ വലിയ നേതാക്കന്മാരാണ്. ഗോവിന്ദൻ മാഷ്
സ്വാഗതം ചെയ്തു, സഹർഷം സ്വാഗതം ചെയ്തു. നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞത് പുള്ളി നേരെ അങ്ങ് കോൺഗ്രസ്സിലോട്ട് അങ്ങ് പോയി. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പറയണ്ടേ? ഒരു തിരിഞ്ഞ് മറിയല, ആകെ ഒരു തിരിഞ്ഞ് മറിയൽ. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വാചകം പറഞ്ഞത് രാജേഷ് മന്ത്രിയാണ് അത് എന്നുള്ള നിലയ്ക്ക് പുള്ളിക്ക് അഭിമാനിക്കാം. വാസ്തവത്തിൽ ശ്രദ്ധേയമായ അതെന്താണ്? അത് കാളിയ സർപ്പത്തെ എടുത്ത് കോൺഗ്രസ് കഴുത്തിൽ ചൂടിയിരിക്കുന്നു. കാളിയ സർപ്പം എന്ന് വെച്ചാൽ സർപ്പം വിഷമാണ്, ഈ വർഗീയത വിഷമാണെന്നല്ലേ പറയുന്നത്. ആ വിഷത്തെ എടുത്ത് കഴുത്തിൽ ചുറ്റിയിരിക്കുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്, ഇദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞ ആളാണ് ഒറ്റ സമയം കൊണ്ട് പെട്ടെന്ന് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ പറയുന്നത്. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കോൺഗ്രസ്സിന് എളുപ്പമായി. കോൺഗ്രസ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, രാജേഷും നമ്മളെ AK ബാലനും ഗോവിന്ദൻ മാഷും സർട്ടിഫൈ ചെയ്തല്ലോ, ഇതൊരു അനുഗ്രഹമാണ് സന്ദീപ് വാര്യർ. ഞങ്ങളും അതേ പറയുന്നുള്ളൂ, അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിന് ഈ സന്ദീപിൻ്റെ വരവ് എന്ത് തന്നെ ആയാലും ഒരു ഗുണം ചെയ്യും. ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഈ സന്ദീപ് വാര്യർ പോയാൽ എത്ര വരെ പോകും എന്ന് മാത്രമാണ് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് ഇയാൾ കൊടുത്തത് കൊടകര, സുരേന്ദ്രൻ്റെ കൊടകരയും പിണറായിയുടെ കനുവന്നൂരും പരസ്പരം വച്ചുമാറി എന്നൊരു വാചകം പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ വിശദീകരിക്കണ്ടല്ലോ. ഈ സുരേന്ദ്രന് കൊടകര കുഴൽപ്പണവുമായിട്ട് ഉള്ള ഒരു ബന്ധം എല്ലായിടത്തും നിലനിൽക്കുകയാണ്. അതുപോലെ കരുവന്നൂർ ബാങ്കിന് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധവും നിലനിൽക്കുന്നുണ്ട്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചുമാറി എന്ന് വെച്ചാൽ നിങ്ങളത് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു, ആശാൻ നിങ്ങളത് ഞങ്ങളെയും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും പോലെ ED ബാങ്കിൽ വന്ന് കൂടുതൽ പരിശോധനയൊന്നും നടത്താൻ പോകുന്നില്ല. അതുപോലെ ഈ കൊടകരയിലെ കുഴൽപ്പണം പിണറായിയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചുമാറി ഇത്രയും ശക്തമായ ഒരു രാഷ്ട്രീയ വിമർശനം, അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കോൺഗ്രസ്സിന് പോലും പറയാൻ പറ്റാത്ത ഒരു വിമർശനമാണ് ഒറ്റ അടിക്ക് സന്ദീപ് പറഞ്ഞ. അത് പുള്ളി സ്പോക്ക് പേഴ്സൺ, അതായത് ഒരു വക്താവ് എന്നുള്ള നിലയിൽ ഒരു വിജയമാണ്. എന്ന് മാത്രമല്ല, അധികാരമോഹം കൊണ്ടാണെങ്കിൽ പോലും ഇപ്പം നടത്തിയ ഈ പ്രവൃത്തി, ഈ കൂറുമാറ്റം, സന്ദീപിൻ്റെ കൂറുമാറ്റം ഒരു അധികാര കൊതി കൊണ്ടല്ല എന്ന് സമർത്ഥിക്കാൻ ഒരു അവസരം സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സന്ദീപ് അധികാരമോഹം കൊണ്ടല്ല, ഈ സുരേന്ദ്രൻ്റെ പാർട്ടിയിൽ നിൽക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചാടിയെന്ന് തോന്നുന്നു. ആണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം അതിൽ പറഞ്ഞതിൽ ഏറ്റവും നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സന്ദീപിനെ കൊല്ലുന്നതിന് വേണ്ടി ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തി നമ്മുടെ പോപ്പുലർ ഫ്രണ്ട്, ആ ശ്രീനിവാസൻ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് ഇങ്ങനെ ഒന്നുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും RSSും പോപ്പുലർ ഫ്രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നത്, സന്ദീപ് വാര്യർ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തി എന്നുള്ള വാർത്ത സന്ദീപിൽ നിന്ന് മറച്ചു വെച്ചു. അപ്പോൾ സന്ദീപിന് നല്ലൊരു സംശയമുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൈ കൊണ്ട് തട്ടിപ്പോട്ടെ, അങ്ങനെ തട്ടിപ്പോവുകയാണെങ്കിൽ ഈ ശല്യം അങ്ങ് ഒഴിവാവുകയും ചെയ്യും. എന്നാൽ നമുക്കൊരു രക്തസാക്ഷിയെ, അവർ ബലിദാനി എന്നാണ് പറയുന്നത്, ബലിദാനിയെ കിട്ടുകയും ചെയ്യും എന്നൊരു ആശയം സുരേന്ദ്രൻ്റെ നമ്മുടെ BJPക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരോ സത്യമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ശക്തമായ അങ്ങനെ ഒരു വിചാരം നമ്മളെ സന്ദീപ് വാര്യർക്ക് ഉണ്ടായി. അതാണ് ഇതിൻ്റെ പ്രധാനമെന്നാണ് പുള്ളി മനസ്സിലാവുന്നത്. പിന്നെ ക്രമേണമുള്ള അവഗണനയും സീറ്റ് കൊടുക്കാതിരുന്നതുമൊക്കെ ഒരു കാര്യമായെന്നേ ഉള്ളൂ. ആ നിലയ്ക്ക് ഇവർക്ക് ഈ അധികാരമോഹം കൊണ്ടല്ല എന്ന് വ്യാഖ്യാനിക്കാനുള്ള, ഇവരെല്ലാം പോകുന്നത് അധികാരമോഹം കൊണ്ട് തന്നെ ആയിരിക്കും, അത് നമുക്കറിയാം. എങ്കിലും ഒരു പച്ചയായ അധികാരമോഹം കാണിച്ചു എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചില സംഭവവികാസങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ K. സുരേന്ദ്രന് പകരം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്നാൽ BJPക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതാണ് BJP. ഈ BJPയിലുള്ള ഏറ്റവും വലിയ ദോഷമെന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. അതെന്താണ് അതിൽ വേറെ അണികളാരും ക്വസ്റ്റ്യൻ ചെയ്യാത്തതെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം ഇത് ഒരു ലോബി എന്നൊക്കെ പറയുന്ന സംഭവം വളരെ ശക്തമാണോ എന്ന് സംശയിക്കണം. ശോഭാ സുരേന്ദ്രൻ ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീയായിട്ട് അവർക്ക് കൃത്യമാണ് അവരെ പറച്ചിലും. അങ്ങനെ പറയാൻ കഴിയുന്ന ആളിന് ഒരു സ്ഥാനവും കൊടുക്കാതിരിക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിച്ച പോലെ ഉണ്ട്. അപ്പം അത് തന്നെ നല്ല ഒരു ശക്തമായ ഏകാധിപത്യ പ്രവണതയ്ക്ക് നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത്.
പിന്നെ ഈ ജയൻ ചോദിച്ച പോലെ സന്ദീപിൻ്റെ ഈ വരവ് കോൺഗ്രസ്സിന് നേട്ടമാവുമെന്ന് ചോദിച്ചാൽ നേട്ടമാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ പുള്ളി അധികാരമോഹം കൊണ്ടല്ല വന്നതെന്ന് സമർത്ഥിക്കാനുള്ള റീസൺ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് പോയത്. പുള്ളി അങ്ങോട്ട് മാറിക്കഴിഞ്ഞ ഉടനെ അധികാരമൊന്നും ഏറ്റെടുത്തിട്ടില്ലല്ലോ. അത് ഒന്ന്. രണ്ടാമത്, പുള്ളി വളരെ പറയുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യും, ആളുകളിലേക്ക് ശക്തമായി എത്തും. അത്തരം ഒരു ഭാഷാസിദ്ധി പുള്ളിക്കുണ്ട്. നേരെ മറിച്ച് സരിൻ ഭാഷാശുദ്ധി ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന ആളാണ്. പുള്ളിക്ക് പിന്നെ എന്തൊക്കെയോ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ഈ സംഭാഷണം ഒരു ഗോവിന്ദൻ്റെ അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ആയിട്ട് വരുന്ന രീതിയിലുള്ള സംഭാഷണമാണ്. പുള്ളിയോട് ചോദിക്കുമ്പോഴല്ലേ പുള്ളി ശരിക്കും തലേ ദിവസം വരെ കോൺഗ്രസ് നിന്നിട്ട് അങ്ങോട്ട് മാറി അതിൻ്റെ സ്ഥാനാർത്ഥിയായി, മറ്റൊരു സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്ത്. നിങ്ങൾ അധികാരമോഹം കൊണ്ടല്ലേ ഇതിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുക രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം അതിന് വ്യക്തമായിട്ട് മറുപടി പറയാതെ പുള്ളി പറയുന്നത് ഒരു മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ ഒരു സൈദ്ധാന്തികവൽക്കരണത്തിലൂടെയുള്ള മറുപടിയാണ്. ഒരു തരം വക്രഭാഷണമെന്നാണ് നമുക്കത് ശരിക്കും മനസ്സിലാക്കിയ. പുള്ളി പറയുന്നതിലൊക്കെ അർത്ഥമുണ്ട്, പക്ഷേ അതൊരു വക്രഭാഷണമായിട്ടുള്ള രീതിയാണ്. നേർക്ക് നേരെയുള്ള അത് കൺവേ ചെയ്യുമെന്നുള്ള സംശയം വളരെ സംശയമാണ്. അതായത് പുള്ളിയുടെ പറച്ചിൽ എന്താണ്, ഇത് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ജനാധിപത്യ പാർട്ടിയിൽ നിന്ന് ഒരാൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ലെന്നും മറിച്ച് ഏതാനും ചില ആളുകളുടെ, ഉദാഹരണത്തിന് നമ്മളെ VT സതീശൻ്റെ പിന്നിലുള്ള ചില ലോബിയിങ്ങിലൂടെ ഉയർത്തപ്പെട്ടു വന്ന പ്രോസസ്സിൽ മാത്രമാണ് എനിക്ക് എതിർപ്പുള്ളതെന്നും പക്ഷേ ആ പ്രക്രിയ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രയാസമൊന്നുമില്ലെന്നും പ്രോസസ്സ് ഒരു വലിയ പ്രശ്നമാണെന്നും എന്നൊക്കെ പറഞ്ഞ് പ്രോസസ്സും അതിൻ്റെ യഥാർത്ഥ സംഭവവും ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് എന്തൊക്കെയോ പറയുന്നു. സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരിത് തരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായി BJPക്കുള്ള വളർച്ച കേരളത്തിൽ ഉണ്ടാവുന്നില്ല. അതിനിപ്പോൾ കേരളത്തിൽ വളർച്ചയുള്ള സുരേന്ദ്രന് മാത്രമേ ഉള്ളൂ. സുരേന്ദ്രന് വളർച്ചയുണ്ട്. വളർച്ചയെന്ന് പറയുമ്പോൾ അത് മറ്റ് പാർട്ടികൾ വ്യാഖ്യാനിക്കുന്നത് ഇവിടെ എന്തോ സാക്ഷരരായ ബുദ്ധിമാന്മാരുടെ ഒരു സമൂഹമാണ്, അതുകൊണ്ടാണെന്നാണ്. യഥാർത്ഥ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ വികാസമില്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രമേണ വികസിച്ചു വരുന്നു എന്നുള്ള കാര്യം. ഇവിടെ നമ്മൾ പറയുമ്പോഴേക്ക് അത് ഒരു അധപ്പതനത്തിൻ്റെ വർക്കിലോ ഇതിലാണ് പോകുന്നത്. ആ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് അന്ന് സുരേന്ദ്രൻ ചാടി ഇറങ്ങിയപ്പോൾ പുള്ളിക്ക് ഒരു വലിയ ഒരു ഇമേജും കാര്യങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇലക്ഷനിലൊക്കെ അത് കുറേ പ്രതിഫലിച്ചു. ക്രമേണ അത് താഴോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം പുള്ളിക്ക് ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഫലപ്രദമായി ഇത് നയിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് വളരെ സംശയത്തിലാണ്. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അത് ഇതിനെ മൊത്തം ബാധിക്കുകയാണ്. ആ ഒരു പിന്നെ എന്താ പറയുക, പാർട്ടിയുടെ മൊത്തം സമൂഹത്തെ. അതേ അവസരത്തിൽ ഈ കേഡർ സ്വഭാവം അതിന് നിലനിർത്തുകയും വേണം. കേഡർ സ്വഭാവം നിലനിർത്തണമെന്ന് വെച്ചാൽ ഏറ്റവും മേളിലുള്ള ആൾ കൽപ്പിക്കുന്നത് വേദവാക്യം, അത് കേട്ട് അനുസരിക്കുക. പക്ഷേ ഈ ഏറ്റവും മുകളിലുള്ള ആളിന് ഒരു വിഷനോ അതിന് പറ്റിയ ഒരു പദ്ധതിയോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ വിപരീത ഫലവും ചെയ്യും. കോൺഗ്രസ്സിന് ഇതൊരു ദോഷമാണ് എങ്കിലും ഈ കേഡർ സ്വഭാവമില്ല, ജനാധിപത്യ പാർട്ടിയാണ്. അങ്ങനെ ഒരു അത് ചില കാര്യങ്ങളിൽ ദോഷമാണ്, പലരും അഭിപ്രായം പറയും. എങ്കിലും ഇത് വല്ലാതെ ബാധിക്കുമില്ല, വല്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. നേരെ മറിച്ച് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ മറ്റൊരു BJPയും കേഡർ പാർട്ടി ആയതുകൊണ്ട് ടോപ്പിലിരിക്കുന്ന ആളിൻ്റെ ന്യൂനതകൾ കൃത്യമായി അതിനെ ബാധിക്കും. കാരണം അഭിപ്രായങ്ങൾ ആർക്കും പറയാനും നോക്കില്ല. ഈ മേളിരിക്കുന്ന ആളിന് നല്ലൊരു വിഷൻ ഇല്ല, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മേളിലിരിക്കുന്ന ആൾ എങ്ങനെയോ അതുപോലെ ആയിരിക്കും ബാക്കിയുള്ള മൊത്തം. നമുക്കൊരു ചൊല്ലുണ്ട്, മുമ്പേ ഗമിക്കുന്നത് ഗോവുതൻ്റെ പിന്നേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്ക് മുന്നാലെ ഒരു പശു ഇങ്ങനെ പോകും, ബാക്കി പശുവും അതിൻ്റെ കുട്ടികളും എല്ലാം കൂടെ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഈ മുന്നേ പോകുന്നത് നല്ലതാണെങ്കിൽ ഇത് രക്ഷപ്പെടും,
മുന്നേ പോകുന്നതിന് വിഷം ഇല്ലാത്തതാണെങ്കിൽ ഇതിൻ്റെ വിഷം മുഴുവൻ നശിച്ചു പോകും. പക്ഷേ പശുവിനെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഒക്കില്ലെന്നും കൂടെ ഞാൻ പറയട്ടെ. പശുക്കളുടെ കൂട്ടം വളർന്നു വന്ന രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ പശുക്കളെ കൂട്ടത്തിൽ ഏറ്റവും സാമർഥ്യമുള്ള പശുവായിരിക്കും മുന്നാലെ നടക്കുന്നത്. അതിന് വഴി കൃത്യമായിട്ട് അറിയാം, പോയിട്ട് എങ്ങനെ തിരിച്ചു വരണമെന്നറിയാം. അതെല്ലാം അറിയാവുന്നത് ക്രമേണ കൃത്യമായി പച്ചപ്പുല്ലുള്ള പുൽത്തകടിയിൽ പോയി അത് കഴിക്കുന്നു, അത് അതുപോലെ തിരിച്ചു വരുന്നു. കൊച്ചുകുട്ടികളും പെറുകുട്ടികളും എല്ലാം അതിൻ്റെ ഇടയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് ഈ യാത്ര പരിപൂർണമായി അതിൻ്റെ വയറ് നിറച്ച് അത് തിരിച്ചു വരുന്നു. അത് പശുവിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പം അത് ബുദ്ധിപരമാണ്. നേരെ മറിച്ച് കേഡർ പാർട്ടികളിൽ ഏറ്റവും സാമർഥ്യമുള്ള ആവണമെന്നില്ല ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അയാൾ ചിലപ്പോൾ ഒരു ഇടുങ്ങിയ മനസ്ഥിതിക്കാരനോ അല്ലെങ്കിൽ വിഷനില്ലാത്ത ആളോ അല്ലെങ്കിൽ വേറൊരാളിനെ ചവിട്ടി താഴ്ത്തിയാലേ, സമർത്ഥനായ ഒരാളെ പുറകോട്ടാക്കിയാലേ, അതാണ് നേരത്തെ നമ്മൾ ആ ലേഡിയുടെ കാര്യം പറഞ്ഞത്, ശോഭാ സുരേന്ദ്രൻ, അവരെയൊക്കെ ഒന്ന് പുറകോട്ട് ചവിട്ടി താഴ്ത്തിയാലേ, അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ ചവിട്ടി താഴ്ത്തിയാലേ എനിക്ക് മേളിലിരിക്കാൻ പറ്റൂ, എനിക്കെങ്ങനെയും മേളിലിരുന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ പുള്ളിക്ക് നേട്ടം ഉണ്ടാവും, പാർട്ടി ശോഷിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അഭിപ്രായം. ഓക്കെ ഓക്കെ, ബൈ ബൈ. താങ്ക് യു ജയ. ഇത് അഭിമുഖം എടുത്തതിൽ വളരെ വളരെ നന്ദി. സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.